ഇപ്പോൾ സമയം രാവിലെ 8:30. ഇത് മലയാറ്റൂരിന്റെ അടുത്തുള്ള കോടനാട് ആന വളർത്തൽ കേന്ദ്രം. ആനകളുടെ ഈ നടത്തം ഇവിടെ എല്ലാ ദിവസവും ഉള്ള പരിപാടിയാണ്, പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ. അതിരാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. ആനകളുടെ ഈ നടത്തം കഴിഞ്ഞാൽ പിന്നെ ഇവയെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അതിനു മുമ്പ് തീറ്റ കൊടുക്കുന്നുണ്ട്. ശർക്കര കൊണ്ടുള്ള എന്തൊരു ആഹാരമാണ്, പിന്നെ പുല്ലും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആന പുല്ല് കൊണ്ടുപോകുന്നത് അതിന്റെ കൂട്ടിലേക്കാണ്. ഒരുപക്ഷെ കുളി കഴിഞ്ഞു വന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ഈ ആന അതിന്റെ കൂട്ടിലേക്ക് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ആനകൾക്കും വേണ്ടിയിട്ട് പുല്ല് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടത് എല്ലാം പിടിയാനകളായിരുന്നു. കൊമ്പനാനകളും ഇവിടെ ഉണ്ട്. ഇവിടെ പീലാണ്ടി ചന്ദ്രു എന്ന പേരിലൊരു കൊമ്പനാനയുണ്ട്. ഭീകരനാണ് ആ ആന, കാരണം ഒരുപാട് പേര് ആന കൊന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല, കാരണം അവിടെ നോ എൻട്രി ആണ്. അവിടെ അരിക്കൊമ്പന് വേണ്ടിയിട്ടുള്ള ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കാനായിരുന്നു സർക്കാർ ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ആനയെ കാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അരിക്കൊമ്പൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയാനെ, കാരണം അത്രയ്ക്ക് ഫാൻസ് ഉണ്ടായിരുന്നല്ലോ അരിക്കൊമ്പന്. ഇവിടെ നോ എൻട്രി വെക്കാനുള്ള പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ആനയുണ്ടല്ലോ, പീലാണ്ടി ചന്ദ്രു, ഒരുപക്ഷെ അതിന് മതപ്പാടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം നോ എൻട്രി. ഈ രണ്ട് ആനകളെയും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ കാട്ടിലൊക്കെ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആനകളെയും അതുപോലെ തന്നെ ഭീകരന്മാരായ ആനകളെയും ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്ററാണ് കോടനാട്. പിന്നെ ഈ പുഴ പെരിയാർ നദിയാണ്. ഈ നദിക്കപ്പുറമുള്ളത് പ്രശസ്തമായ ഇല്ലിത്തോട് മഹാഗണിത്തോട്ടമാണ്. ബാഹുബലി സിനിമയിലെ കാടും പുലിമുരുകൻ സിനിമയിലെ കാടും ഇവിടെയാണ് ചിത്രീകരിച്ചത്. അയ്യോ, പിന്നെ ഈ ആനകൾ കുളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരു പണി തന്നെയാണ്. ഒരു 1.5 പണിയായിട്ട് വരും. പാപ്പാമാരുടെ കഷ്ടപ്പാട് ഒന്ന് വേറെ തന്നെയാട്ടോ. ഇവിടെ രാവിലെ സമയത്ത് ടൂറിസ്റ്റുകൾ കുറവായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിസുന്ദരാട്ടോ. അപ്പുറത്ത് നമുക്ക് മലയാറ്റൂർ മലയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ചു നേരം നിശബ്ദമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കിളികളുടെയും മറ്റു സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും. രക്തചന്ദന മരങ്ങളും അതുപോലെ മുളകളൊക്കെ ഉള്ള ഒരു മനോഹരമായ കാടാണിത്. ഇവിടെ മുളകൾ കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുളകൾ കൊണ്ടുള്ള ഒരു കാടിനിടയിലായിട്ട് ഒരു മാൻ പാർക്കുണ്ട്. മ്ലാവുകളും മാനുകളും കുറെ ഉണ്ട്. ഇവ കുറെ അകലെയായിട്ട് നിൽക്കുന്നതുകൊണ്ട് സൂമിങ് അത്ര കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്